സർക്കാർ പ്രതീക്ഷിച്ച ഒരാളല്ല അവർക്ക് വെക്കേണ്ടി വന്നത്. അവർ പ്രതീക്ഷിച്ചത് എം.ആർ. അജിത് കുമാറും മനോജ് അബ്രഹാമും ഒക്കെ ആയിരുന്നു. പക്ഷേ അവരൊന്നും ഈ ലിസ്റ്റിൽ വരാൻ കഴിയാത്തത് കൊണ്ട് അവസാനം ഇദ്ദേഹത്തിൽ നിൽക്കേണ്ടി വന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സർക്കാരിന് അദ്ദേഹത്തിനോട് വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ പറയുന്ന ഒറ്റ കാര്യം ഈ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ കാര്യമാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ കാര്യത്തിൽ അന്ന് തന്നെ 94-ലുണ്ടായ വെടിവെപ്പിനെ തുടർന്ന് പിന്നീട് നായനാർ സർക്കാർ വരികയും അന്വേഷണ കമ്മീഷൻ മാധവൻ നായർ എന്ന് പറയുന്ന ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയും അങ്ങനെ ഇക്കാര്യത്തിൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് പിന്നീട് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്ന് കേസെടുത്ത് രണ്ടുപേർ ഹക്കീം ബത്തേരിയും എം.വി. രാഘവനെയും ഒക്കെ അറസ്റ്റ് ചെയ്തു. അന്ന് പത്രങ്ങളിൽ 1/2 പേജ് പരസ്യം അന്ന് സർക്കാർ കൊടുത്തിരുന്നു. ആ പരസ്യത്തിൽ റവാഡയുടെ ഈ വെടിവെപ്പിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് കൂത്തുപറമ്പ് വെടിവെപ്പ് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതായിരുന്നു ആ പത്രപരസ്യം. അതിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്തം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതിൽ ഈ റവാഡയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ വെടിവെക്കാനുള്ള ഉത്തരവ് നടപ്പിലാക്കിയത് ASP R.A. ചന്ദ്രശേഖർ ആയിരുന്നു. വെടിവെപ്പിൻ്റെ കാര്യത്തിൽ അതിന് തുനിയണമോ വേണ്ടായോ എന്നതിൽ തീരുമാനമെടുക്കേണ്ട ചുമതല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ്. ഈ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആവശ്യമായ ഉത്തരവ് നൽകുകയും ചെയ്തു. ASP എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഉത്തരവ് നടപ്പാക്കുകയാണ് ചെയ്തത്. ASP എന്ന് പറഞ്ഞാൽ റവാഡ നടപ്പാക്കുകയാണ് ചെയ്തത്. സംഭവത്തിന് 2 ദിവസം മുമ്പ് ചുമതലയേറ്റ പരിചയം കുറഞ്ഞ ജൂനിയർ IPS ഉദ്യോഗസ്ഥനാണ് ASP. അതായത് അദ്ദേഹത്തെ രക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ കൊടുക്കുന്നത്. അതായത് സംഭവത്തിന് 2 ദിവസം മുമ്പ് മാത്രം ചുമതലയേറ്റ വളരെ പരിചയം കുറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില്ലറ വീഴ്ചകൾ പൊറുക്കാവുന്നതാണ്. ഇത് കമ്മീഷൻ റിപ്പോർട്ടിലുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഉത്തരവാദിത്തം ഏറ്റുവെക്കാൻ കാരണമൊന്നും കാണുന്നില്ല എന്നാണ് പത്മനാഭൻ നായർ കമ്മീഷൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് അന്ന് മുതൽ തന്നെ ഇദ്ദേഹത്തിനെ കമ്മീഷൻ വരെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. പിന്നെ 2012 ഹൈക്കോടതിയും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. പക്ഷേ കോടതിയിൽ ഇദ്ദേഹം കൊടുത്ത മൊഴിയുണ്ട്. റവാഡ കൊടുത്ത മൊഴിയിൽ M.V. ജയരാജൻ്റെ പേര്, പനോളി വത്സൻ്റെ പേരൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് M.V. രാഘവനെ ഞങ്ങൾ വെറുതെ വിടില്ല, മന്ത്രി T.N. രാമകൃഷ്ണനെ ഞങ്ങൾ വെറുതെ വിടും എന്ന് പറയുകയും ചെയ്തു എന്ന് DYFIക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൊഴി അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ DYFIക്കാരൊക്കെ വല്ലാതെ കുപിതരായിരുന്നു എന്നുള്ളത് വസ്തുത. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കുത്തുപറമ്പ് വെടിവെപ്പിൽ ഹക്കീം ബത്തേരിയുടെ പേര് പറയുമ്പോഴും M.V. രാഘവൻ്റെ പേര് പറയുമ്പോഴൊന്നും റവാഡ ചന്ദ്രശേഖരൻ്റെ പേര് അങ്ങനെയൊന്നും വല്ലാതെ പരാമർശിക്കാറില്ല. പക്ഷേ ഇന്ന് P. ജയരാജൻ പാലക്കാട് വെച്ചാന്ന് തോന്നുന്നു അല്ലേ, പാലക്കാട് വെച്ച്, അതായത് കേരളത്തിൽ ഒരു പുതിയ DGPയെ നിയമിച്ചു കഴിഞ്ഞാൽ CPMൻ്റെ സംസ്ഥാന സമിതി അംഗം പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാണ് P. ജയരാജൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിച്ചത്? ഈ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നതിൻ്റെ ഉദ്ദേശമാണ്. അദ്ദേഹം ഇതിലൊരു എതിർപ്പും വാക്കാൽ അവിടെ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ചില ഒളിയമ്പുകൾ, ഇങ്ങനെ കൂത്തുപറമ്പ് വെടിവെപ്പിൽ ഇയാളുണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് നിങ്ങൾ ഓർക്കണം എന്നുള്ളൊരു പറച്ചിൽ മാത്രമാണത്. അപ്പം അങ്ങനെ P. ജയരാജൻ പറയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ. അത് ഇപ്പോഴും ഈ P. ജയരാജൻ പറഞ്ഞാൽ കൂത്തുപറമ്പ് സ്വദേശിയാണ്. അദ്ദേഹം ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും വൈകാരികമായ ഒരു വിഷയമാണിത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹത്തിന് ആ ഒരു പകയോ ഒരു വിഷമമൊക്കെ അയാളുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം DGP ആവുന്നതിൻ്റെ ഒരു സങ്കടമായി പറയാതെ എന്നാൽ പറയുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് ഇദ്ദേഹത്തെ CPM നേതാക്കൾ അങ്ങനെ വലിയൊരു കുറ്റവാളി, കുത്തുപറമ്പ് വെടിവെപ്പിനുമില്ല വലിയൊരു കുറ്റവാളിയായി CPM നേതാക്കൾ കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു പേര് പറഞ്ഞുകൊണ്ടാണ് DGP നിയമനത്തിൽ CPMനെതിരെ വാളോങ്ങുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നിലവിലൊരവസ്ഥയിൽ ഇദ്ദേഹവുമായി സർക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്.